ഹായ് ഫ്രണ്ട്സ്, നിഗൂഢമായ പിരമിഡ് താഴ്വരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പോകുന്നത് ബാംഗ്ലൂരിലെ കനകപുര റോഡിലുള്ള പിരമിഡ് വാലി ഇന്റർനാഷണലിലോട്ടാണ്. ഇന്ത്യയിലെ പിരമിഡ് മാതൃകയിൽ നിർമ്മിച്ച ഏറ്റവും വലിപ്പമുള്ള സ്ഥലം, ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് മെഡിറ്റേഷൻ കേന്ദ്രം. അപ്പൊ നമ്മൾ ഹൈവേന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് പോവാണ്. പോകുന്ന വഴി പഴയ മോഡലിലുള്ള ഒരുപാട് വീടുകൾ കാണാം. ഹൈവേ എന്ന് പറയുന്ന നല്ല അടിപൊളി റൂട്ടാണ്, നല്ല സ്പീഡിൽ ഓടിച്ചു പോകാൻ പറ്റുന്ന. പക്ഷെ അവിടെ നിന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് ഒരു 2 കിലോമീറ്റർ ഒരു ഭയങ്കര മോശം റോഡാണ്. ഞാൻ 5-6 വർഷം മുന്നേ വന്നതാണ്. അന്നും ഇതുപോലെ ഇന്നും ഇതുപോലെ. അപ്പൊ ആ അടിപൊളി റോഡിന് കണ്ണ് തട്ടാണ്ടിരിക്കാനാണ് തോന്നുന്നു. ഈ ഒരു ചെറിയൊരു ദൂരമേ ഉള്ളൂ കേട്ടോ മോശം റോഡ്. നമ്മളപ്പോ വണ്ടി പാർക്ക് ചെയ്തു. തിരക്കായതുകൊണ്ട്, ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് പുറത്തുള്ള പാർക്കിങ്ങിൽ ചെയ്തു. ഇതാണ് ഉള്ളിലുള്ള പാർക്കിംഗ്. പക്ഷെ ഇവിടെ ഫുൾ ആയിരുന്നു നമ്മൾ വന്നപ്പോൾ. 50 രൂപയാണ് 4 വീലറിന് പാർക്കിംഗ്. അങ്ങനെ കവാടത്തിൽ നിന്ന് പിരമിഡിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് പാറകളുടെ മനോഹരമായ ഭൂപ്രകൃതി, പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടങ്ങൾ, ജലാശയങ്ങൾ, പാതകൾ എന്നിവ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനുണർത്തും. പോകുന്ന വഴി കവാടത്തിലെ ശാന്തനായി ധ്യാനിക്കുന്ന ബുദ്ധനെയൊക്കെ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇവിടെ ധ്യാനിക്കാം, വിശ്രമിക്കാം, പ്രകൃതിയുമായി ഒന്നാകാം. അപ്പൊ ബാംഗ്ലൂർ നഗരത്തിന് പുറത്ത് ശാന്തവും മലിനീകരണമൊന്നും ഇല്ലാത്ത ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ബാംഗ്ലൂരിന്റെ 7 അത്ഭുതങ്ങളിൽ ഒന്നെന്ന് പറയാതിന്. നമ്മള് കനകപുര റോട്ടിൽ കൂടെയാണല്ലോ വന്നത്. അപ്പൊ ആ റൂട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനൊക്കെ. അപ്പൊ ഞാൻ ആ പോകുന്ന വഴി തന്നെ ബന്നാർഘട്ട പാർക്കിന്റെ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിരുന്നു. എന്റെ ചാനലിലുണ്ട്. 99% വനത്തിലെ മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഒരു സഫാരിയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. അതിന്റെ വ്ളോഗ് ഉണ്ട് എന്റെ ചാനലിൽ, കാണാത്തവർ കാണാം. പിന്നെ ഈ റൂട്ടിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളുടെ വ്ളോഗുകൾ ഉടനെ വരുന്നതായിരിക്കും. നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. ബാംഗ്ലൂർ സിറ്റിക്ക് ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് കടന്നാൽ മതി. ബാംഗ്ലൂർ മെയിൻ MG റോഡിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ ആണ്. ഏറ്റവും അടുത്തുള്ള സിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സിറ്റിയാണ്. അപ്പൊ ആ റൂട്ടിൽ വരാണെങ്കിൽ ബന്നാർഘട്ട കണ്ട് കനകപുര റൂട്ടിലേക്ക് കടന്ന് ഇവിടെ എത്താൻ പറ്റും. ഇനി നിങ്ങൾ മൈസൂർ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിലും ഇവിടേക്ക് ഡീവിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കനകപുര റൂട്ടിലോട്ടുള്ള ബസ്സിൽ ഇലക്ട്രോണിക് സിറ്റിന്ന് കയറുകയാണെങ്കിൽ ബസ് കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ഔട്ട് ഓഫ് സിറ്റി ആയതുകൊണ്ട് ഉബർ വിലയൊക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ, ഔട്ട് സ്റ്റേഷൻ ട്രിപ്പ് ആയതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോകണം. കാരണം അതൊരു ഔട്ട് സ്റ്റേഷൻ സ്ഥലമാണ്. പക്ഷെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് 1 ഡേ ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ വഴി തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട്. 89 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ഇത്തിരി ദൂരം കൂടുതലായിരിക്കും. അപ്പൊ ഗാസയില്, ഈജിപ്തിലെ ഗാസയില് ഗ്രേറ്റ് പിരമിഡിന്റെ തത്വങ്ങൾ അനുസരിച്ച് വടക്ക് തെക്ക് ദിശയിൽ കൃത്യമായി തിരഞ്ഞ് പിരമിഡിന്റെ 4 മുഖങ്ങൾക്കും ചെരിവുള്ള രീതിയിലുള്ള ഒരു നിർമ്മിതിയാട്ടോ. അപ്പൊ ലോകത്തിലെ തന്നെ ഇതുപോലെ ഒരു പിരമിഡ് മാതൃകയിലുള്ള ഒരു ബിൽഡിംഗ് തന്നെ ഈജിപ്തിൽ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലത്തെ ഈ പിരമിഡാന്ന് പറയാം. അതും ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായിട്ടുള്ള പിരമിഡാണിത്. അപ്പൊ അതിന്റെ ആ സൈഡിൽ കൂടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി വെച്ച് അതിന്റെ ഉള്ളിലത്തെ ഷൂട്ടേജ് ഞാൻ എടുത്തിട്ടില്ല. ധ്യാനിക്കുന്ന സ്ഥലമാണ്. വലിയൊരു ചേംബറാണ്. പിരമിഡിന്റെ മധ്യഭാഗത്താണ് കിങ്സ് ചേംബർ ഉള്ളത്. 2003 ബ്രഹ്മശ്രീ പത്രിജിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ സൈഡിലോട്ട് ആ വഴി പോകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഷോപ്പുകൾ കാണാം. നല്ല എന്താ പറയാ, ആന്റിക്രാഫ്റ്റ് ബാഗൊക്കെ ഉള്ള നല്ല മിതമായ നിരക്കിൽ കിട്ടും. ഇത് അതിന്റെ സൈഡിൽ തന്നെ ഷോപ്പിന്റെ ഭാഗത്ത് തന്നെയുള്ള ബുദ്ധന്റെ ഒരു കൊത്തുപണിയാണ്. നല്ല മനോഹരമായ കൊത്തുപണിയാണ്. ഈ ഭാഗത്ത് തന്നെ പുസ്തകത്തിന്റെ ഷോൾ ഉണ്ട്. ഒരു ചെറിയ ഷോപ്പിങ്ങിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ നല്ല പ്രകൃതി ഭംഗി, ഇതൊരു മെഡിറ്റേഷൻ ആത്മീയ ധ്യാന കേന്ദ്രമാണെങ്കിലും ഫാമിലി വന്ന് തിരക്കുകളില്ലാതെ നല്ല പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ച് കാറ്റ് കൊണ്ടിരിക്കാനും ധ്യാനിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. നേരത്തെ കണ്ടൊരു ബോർഡ് കണ്ടില്ല? അതായത് നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര കുറെ പേരൊക്കെ ആയിട്ട് ടീമായിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റി, അതായത് ആർച്ചറി, പിന്നെ ഒരുപാട് ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസുകളൊക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നല്ല ടീമൊക്കെ ആയിട്ട് വരണം കേട്ടോ. എന്നാലേ നമുക്ക് അത്തരം ഔട്ട്ഡോർ ഗെയിമുകളൊക്കെ, നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ഗെയിമുകളില്ല, അത്തരം ഗെയിമുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ധ്യാനിക്കാൻ മാത്രമല്ല, കോലാഹലങ്ങളില്ലാതെ ഉറങ്ങാൻ വരെ പറ്റിയ സ്ഥലമാണിത്. ഇവരെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് താമസിച്ച് സ്റ്റേ ചെയ്ത്, ചിലർക്ക് ഇങ്ങനത്തെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ബഡ്ജറ്റിനനുസരിച്ച് ഡോർമെട്രി, സ്പെഷ്യൽ റൂം, ലക്ഷറി റൂം ഒക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ഔട്ട്ഡോർ ഗെയിംസ് കൂടാണ്ട് കഫറ്റേറിയ ഉണ്ട്, ഒരുപാട് ഫുഡുകളുള്ള. പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പൊ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫ്രീ അന്നദാനം ഉണ്ട്. 12:30 തൊട്ട് 2 മണി വരെ ആണെങ്കിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഇവരുടെ തന്നെ ഫാമിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ വെച്ചിട്ടുള്ള ഊണാണ്. മോര്, സാമ്പാർ, തോരനൊക്കെ ഉള്ള രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തിരക്കിന്നൊക്കെ മാറി വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിച്ചു പൊളിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല ശാന്തമായിട്ട് നീറ്റായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്.
അപ്പം മൺസൂൺ കാലത്തും അല്ലെങ്കിൽ വിന്റർ ടൈമിലൊക്കെ വരുന്നതായിരിക്കും നല്ല, ഡിസംബർ, ജൂൺ ടു ഡിസംബർ. അപ്പൊ വലിയ വെയിലൊന്നും, ബാംഗ്ലൂർ ഓൾറെഡി നല്ല കാലാവസ്ഥയാണ്, എന്നാലും വലിയ വെയിലിന്റെ ചൂടില്ലാതെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ സ്ഥലം ഞാൻ 4ാമത്തെ തവണയാണ് പോകുന്നതെങ്കിലും ഒരു വീഡിയോ ഷൂട്ടേജിന് വേണ്ടിയാണ് വീണ്ടും വന്നെങ്കിലും എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. അപ്പോ ഒരു ശുദ്ധമായ അന്തരീക്ഷവും ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും പ്രകൃതി സൗന്ദര്യം ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലി ആയിട്ട് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റിയ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. മെഡിറ്റേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റിയ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഈ റൂട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ വ്ളോഗുകൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ലോ ആകുമ്പോഴത്തേക്ക് സമാധാനം കിട്ടാനും വീണ്ടും ജീവിതത്തിലോട്ട് പഴയ എനർജിയിലോട്ട് തിരിച്ചു പോകാൻ തിരക്കുള്ള മാളുകളെക്കാളും പബ്ലിക് പാർക്കുകളെക്കാളും എന്തുകൊണ്ടും നല്ലത് ഇത്തരം സ്ഥലങ്ങൾ തന്നെയാണ്. പച്ചപ്പുല്ലുകളും ചെറിയ കുന്നുകളാലും ചുറ്റപ്പെട്ട ഒരു ശാന്തമായിട്ടുള്ള ഒരു താഴ്വര തന്നെയാണ്. 28 ഏക്കർ വിസ്തൃതിയിലുള്ള ക്യാമ്പസിൽ ധ്യാനത്തിനായി മാത്രം നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പിരമിഡ് ഘടന എന്ന് തന്നെ പറയാം. 100 അടി 30 മീറ്റർ ഉയരത്തിൽ ഒരു 10 നില കെട്ടിടത്തിന് വരും. അപ്പൊ അതിന്റെ ഉള്ളിലൊന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പായിട്ട് അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങൾ അവിടെ പോയ കാണും, ഒരു സൗണ്ടും കേൾക്കാണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് ധ്യാനിക്കാം. നമ്മുടെ വീട്ടിലൊന്നും ഇരുന്ന് ധ്യാനിക്കലൊന്നും ഒരിക്കലും നടക്കില്ല. അപ്പൊ മെഗാ പിരമിഡിനുള്ളിൽ ധ്യാനിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ ശാന്തത അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രീയ നിർമ്മാണമാണ് ഇത്. ഞാൻ വഴി നേരെ ഇങ്ങനെ പോയി ആ ഭാഗത്തുള്ളതാണ്. ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അധികം ഇതിൽ നടക്കാൻ പറ്റില്ല. അപ്പൊ കൂടാതെ ഇവർ തന്നെ പരിശീലന മുറികൾ നടത്തുന്ന നിരവധി സംഭാഷണങ്ങൾ, വർക്ക്ഷോപ്പുകൾ, പരിശീലനങ്ങൾ എന്നിവയിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇപ്പോൾ ഇവിടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോൾ വെള്ളമുള്ള സമയമൊക്കെ ആണെങ്കിൽ ബോട്ടിംഗ് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള വ്ളോഗുകൾക്കായിട്ട് സ്റ്റേ ട്യൂൺ വിത്ത് മീ. അപ്പോൾ ഇത്തരം വ്ളോഗുകൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.